ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തെനാക്ക് തപസ്സുകാലത്തിലെ 4-ാമത്തെ ആഴ്ചയിലെ ബുധനാഴ്ച. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം 17 മുതൽ 30 വരെയുള്ള വാക്യങ്ങൾ. പിതാവും പുത്രനും തമ്മിലുള്ള ബന്ധവും പിതാവ് പുത്രനെ ഏൽപ്പിച്ചിരിക്കുന്ന വിധിയെക്കുറിച്ചുമൊക്കെയാണ്, വിധി നടപ്പിലാക്കുന്നതിനെ കുറിച്ചുമൊക്കെയാണ് നമ്മൾ ആ സുവിശേഷ ഭാഗത്ത് വായിക്കുന്നത്. അവിടെ 5-ാം അധ്യായം 22-ാം വാക്യത്തും നമ്മൾ വായിക്കുന്നതിനാണ്, പിതാവ് ആരെയും വിധിക്കുന്നില്ല, വിധി മുഴുവൻ പിതാവ് പുത്രനെ ഏൽപ്പിച്ചിരിക്കുന്നു. ഈശോ പറയുക, വിധി മുഴുവൻ പിതാവ് പുത്രനെ ഏൽപ്പിച്ചിരിക്കുക. യഥാർത്ഥത്തിൽ ഈ വാക്യം വലിയ ആശ്വാസത്തിന്റെ വാക്യമാണ്. കാരണം കരുണാമയനായ ഈശോയെ വിധി ഏൽപ്പിച്ചിരിക്കുകയാണ്. ഈശോ വിധിക്കുമ്പോൾ എങ്ങനെ വിധിക്കാൻ സാധ്യതയുണ്ടെന്ന് നമ്മൾ സുവിശേഷത്തിൽ വായിച്ച് കാണുന്നുണ്ട്. അതായത് ഏറ്റവും പ്രധാനമായിട്ട് നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ചിന്ത യോഹന്നാന്റെ സുവിശേഷത്തിൽ 8-ാം അധ്യായം 11-ാം വാക്യം. ആ പാപിനിയായ സ്ത്രീയെ കല്ലെറിഞ്ഞ് കൊല്ലാൻ കൊണ്ടുവന്ന് നിൽക്കുമ്പോൾ അവൾ ഈശോയിൽ ശരണപ്പെട്ട് ഈശോയോട് ചേർന്ന് നിൽക്കുകയാണ്. ഈശോ എങ്ങനെ പറ്റിച്ചേർന്ന് നിൽക്കുന്ന ഈ സ്ത്രീയെ ഈശോ വിട്ടുകളയുന്നില്ല. ഈശോ പാപം ചെയ്യാത്തവർ കല്ലെറിയട്ടെ എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് ആരും കല്ലെറിയാതെ തിരികെ പോയി കഴിയുമ്പോൾ ഈശോ അവളോട് ചോദിക്കുന്നുണ്ട്, ആരും നിന്നെ വിധിച്ചില്ലേ? ഇല്ല, ആരും എന്നെ വിധിച്ചില്ല. അപ്പോൾ ഈശോ വീണ്ടും അവളോട് പറയുകയാണ്, ഞാനും നിന്നെ വിധിക്കുന്നില്ല, പൊയ്ക്കൊള്ളുക, മേൽ പാപം ചെയ്യരുത്, ഞാനും നിന്നെ വിധിക്കുന്നില്ല. ഇങ്ങനെ ഞാനും നിന്നെ വിധിക്കുന്നില്ല എന്ന് പറയുന്ന ഒരാളെയാണ് പിതാവ് വിധി ഏൽപ്പിച്ചിരിക്കുന്നത്. യഥാർത്ഥത്തിൽ എല്ലാ പാപികളും രക്ഷപ്പെടുവോ? ഇല്ല. ഈശോയിൽ ശരണപ്പെടുന്ന പാപികൾ മാത്രമേ രക്ഷപ്പെടുകയുള്ളൂ. മാനസാന്തരപ്പെടുകയും തിരുത്തി തിരികെ തിരുനാഥനരികിലേക്ക് വരുന്നവൻ മാത്രം രക്ഷപ്പെടും. ഈശോ പറഞ്ഞ കഥകളിലും അത് വ്യക്തമാണ്. ഈശോ കഥകൾ പറയുമ്പോഴത്തേക്ക് ചുങ്കക്കാരനും ഫരിസേനും പ്രാർത്ഥിക്കാൻ പോയെടുത്ത് ചുങ്കക്കാരൻ മാറത്തരിച്ചുകൊണ്ട് പാപിയായ എന്നിൽ കരുണയായിരിക്കണമെന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഈശോ അയാളെ കുറിച്ച് പറയുന്ന കഥ പറഞ്ഞ് അവസാനിപ്പിക്കുന്ന ഇങ്ങനെയാണ്, അയാൾ നീതീകരിക്കപ്പെട്ടവനായി തിരികെ വീട്ടിലേക്ക് പോയി. ചുങ്കക്കാരൻ ധൂർത്തുപുത്രന്റെ കഥ പറയുമ്പോഴും നമ്മൾ വായിക്കുന്ന ഇങ്ങനെയാണ്, അയാൾ മാനസാന്തരപ്പെട്ട് തിരികെ വരുമ്പോൾ അയാളെ വിധി പ്രസ്താവിക്കാൻ നിൽക്കാതെ തിരികെ ചേർത്ത് പിടിക്കുന്ന പിതാവായ ദൈവത്തെ കാണാനായിട്ട് സാധിക്കാം. സ്നേഹത്തിൽ ധൂർത്തനായ പിതാവിനെ. ഇതൊക്കെ ഇങ്ങനെ ഈശോ പറഞ്ഞ കഥകളിലൊക്കെ അതുണ്ട്. ഈശോ ചുങ്കക്കാരനായിരുന്ന ലേവിയുടെ മത്തായിയുടെ വീട്ടിൽ വിരുന്നിരിക്കുമ്പോഴാണ് ഈശോ പറയുന്നത്, പാപികളെ വിളിക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത്, രോഗികൾക്കാണ് വൈദ്യനെ കൊണ്ട് ആവശ്യം, നീതിമാന്മാരെ അല്ല ഞാൻ വിളിക്കാൻ വന്നിരിക്കുന്നത്, വലിയല്ല കരുണയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പം ഇത് ഈശോ പറഞ്ഞിട്ട് കൃത്യമായിട്ട് നമുക്ക് മുമ്പിൽ ഈശോ വെളിപ്പെടുത്തി തരുന്നൊരു വസ്തുതയുണ്ട്. ഞാൻ വന്നിരിക്കുന്നത് മാനസാന്തരപ്പെടുന്ന പാപികളെയൊക്കെ ചേർത്ത് പിടിക്കാൻ വേണ്ടിയാണ്. പാവാവസ്ഥയിലായിരിക്കുന്നവരെ എന്നുള്ളതല്ല, ആ പാപത്തിൽ നിന്ന് തിരികെ വരുന്നവരെ ഞാൻ ചേർത്ത് പിടിക്കും. 3 ആണികളിൽ തൂങ്ങിക്കിടക്കുമ്പോൾ മരണത്തോടടുക്കുന്ന നേതൃത്വം ഈശോ തൻ്റെ വലതുവശത്തിരിക്കുന്ന നമ്മൾ നല്ല കളരെന്നൊക്കെ വിളിക്കുന്ന മനുഷ്യൻ ഈശോയോട് ചോദിക്കുന്നുണ്ട്, എന്നെയും നീ നിൻ്റെ രാജ്യത്ത് പ്രവേശിക്കുമ്പോൾ എന്നെയും ഓർക്കണമേ. ഈശോ മറുപടി പറയുന്നത് ഇങ്ങനെയാണ്, നീ ഇന്ന് എന്നോട് കൂടെ പർദീസയിലായിരിക്കും. രണ്ട് ചോദിക്കാൻ അത് ഇങ്ങനെ ഈശോ അയാൾ ചോദിച്ചിരുന്നെങ്കിൽ എന്ന് പറഞ്ഞ് കാത്തു നിന്നുള്ള മറുപടിയൊക്കെ പറയുന്നത്, ഇന്ന് നീ എന്നോട് കൂടെ പർദീസയിലായിരിക്കും. അപ്പോൾ ഈശോ ഇങ്ങനെ കരുണ കൊണ്ടാണ് തൻ്റെ വിധി പ്രസ്താവിച്ചുകൊണ്ടിരിക്കുന്നത് സുവിശേഷത്തിലുടനീളം. ഇപ്പോൾ കരുണ കൊണ്ട് വിധി പ്രസ്താവിക്കുന്ന ഒരാളെ ഞാൻ വിധി ഏൽപ്പിച്ചിട്ടുണ്ട് എന്ന് പിതാവായ ദൈവം പറയുമ്പോൾ ആ കരുണ നമുക്ക് കിട്ടുമെന്ന് ഉറപ്പാണ്. ഒറ്റ കാര്യം ചെയ്താൽ മതി, ഈശോ ശരണപ്പെടുക. അവസാന വിധിയുടെ നേരത്ത് പിതാവായ ദൈവം കടന്നു വരുമ്പോൾ നിനക്കും പിതാവായ ദൈവത്തിനും ഇടയിൽ കരുണയുടെ കവചമായി ഞാൻ നിലകൊള്ളുമെന്ന് ഈശോ വിശുദ്ധ ഫൗസ്റ്റീനയോട് പറഞ്ഞ് നമുക്കിപ്പോൾ ഓർക്കാം. അതുപോലെ തന്നെ ഈശോ പറയുന്നുണ്ട് വിശുദ്ധ ഫൗസ്റ്റീനയോട്, ഞാൻ കുമ്പസാരക്കൂട്ടിൽ നിന്നെ കാത്തിരിക്കുകയാണ്. കുമ്പസാരം എൻ്റെ കരുണയുടെ വിതരണ കാര്യാലയമാണ്, ഡിസ്ട്രിബ്യൂട്ടിംഗ് ഓഫീസ് ഓഫ് മേഴ്സി. അങ്ങനെയാണ് കരുണ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടി, ഫ്രീ ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടി, വിതരണം ചെയ്യാൻ വേണ്ടി ഞാൻ നിന്നെ കാത്തിരിക്കുന്ന ഓഫീസിൻ്റെ പേരാണ് കുമ്പസാരം. അപ്പോൾ അത് നമ്മൾ ശരണപ്പെടേണ്ടതായിട്ടുണ്ട്. ഈശോയിൽ ശരണപ്പെടുന്ന ഒരു പാപിയെയും ഈശോ വിധി കൊണ്ടല്ല നേരിടാൻ പോകുന്നത്, കരുണ കൊണ്ടാണ് നേരിടാൻ പോകുന്നത്. അതുകൊണ്ട് നമുക്ക് ഇപ്രകാരം പ്രാർത്ഥിക്കാം, ജീസസ്, ഐ ട്രസ്റ്റ് ഇൻ യു. യേശുവേ, ഞാനിങ്ങനെ ശരണപ്പെടുന്നു, നിൻ്റെ കരുണ കൊണ്ട് നീ എന്നെ ചേർത്ത് പിടിക്കണമേ, വിധി കൊണ്ട് നീ എന്നെ തള്ളിക്കളയല്ലേ.